നമ്മുടെ കുർബാനയിലെ അടുത്ത പ്രധാനപ്പെട്ട ഘടകം കർത്തൃപ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന കൊണ്ട് വേണം സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷകളെല്ലാം തുടങ്ങാനും അവസാനിപ്പിക്കാനും. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം നിഷ്കർഷിച്ചിരുന്ന ഒരു രീതിയാണത്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയുടെ ആരംഭത്തിൽ കർത്തൃപ്രാർത്ഥന ചേർത്തിരിക്കുന്നത്. അതുപോലെ കുർബാനയുടെ സമാപനത്തിലും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളെയും ഉൾക്കൊള്ളുന്നു. എല്ലാ പ്രാർത്ഥനകളുടെയും അടിസ്ഥാനമായി കർത്തൃപ്രാർത്ഥന നിലകൊള്ളുന്നു. സഭയുടെ പിതാക്കന്മാർ പുലർത്തിയ ഈ ബോധ്യമാണ് കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലും കർത്തൃപ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കാൻ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തെ പ്രേരിപ്പിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനോനയോടുകൂടി കർത്തൃപ്രാർത്ഥന ചൊല്ലുന്ന രീതിയാണ് നമ്മുടെ പാരമ്പര്യത്തിലുള്ളത്. കർത്തൃപ്രാർത്ഥനയുടെ രണ്ട് രൂപങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും. ഈ രണ്ട് രൂപങ്ങളിലും സാരമായ വ്യത്യാസവുമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ക്രമമനുസരിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ലൂക്കായുടെ ക്രമത്തിൽ അത് പിതാവേ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് 2 രൂപങ്ങളിലുമുണ്ട്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് മത്തായിയുടെ സുവിശേഷത്തിലുള്ളപ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നു. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കാൻ അർഹരായിത്തീരുന്നതെന്ന സൂചനയാണ് മത്തായിയുടെ സുവിശേഷത്തിലുള്ളത്. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് വേണം ക്ഷമ ചോദിക്കാൻ. കർത്താവിൻ്റെ വാക്കുകളിൽ തന്നെ ഈ ഊന്നലുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. അപ്പോൾ ഈ മുഴുവൻ പ്രാർത്ഥനയുടെയും ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമായി ഈശോ ചൂണ്ടിക്കാണിക്കുന്നതാണ് നമ്മൾ ക്ഷമിക്കണം. ക്ഷമിച്ചതിന് ശേഷമാണ് സ്വർഗീയ പിതാവിനോട് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാൻ വേണ്ടി അപേക്ഷിക്കേണ്ടതെന്ന്. നമ്മുടെ കുർബാന ക്രമത്തിൽ സ്വീകരിച്ചിരിക്കുന്ന കർത്തൃപ്രാർത്ഥന മത്തായിയുടെ സുവിശേഷത്തിലെ രൂപമാണ്. എല്ലാ ആരാധനാക്രമങ്ങളും മത്തായിയുടെ സുവിശേഷത്തിലെ കർത്തൃപ്രാർത്ഥനയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എങ്കിലും ചെറിയ ഭേദഗതികൾ നമുക്ക് കാണാം. അത്തരം ഭേദഗതികളിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, മത്തായിയുടെ സുവിശേഷത്തിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പറയുന്നിടത്ത് ലൂക്കായുടെ സുവിശേഷത്തിലുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ വർത്തമാനകാല രൂപം അല്ലെങ്കിൽ ഭാവി രൂപം അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തിരുത്തൽ എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷേ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ വെല്ലുവിളി യഥോചിതം ഏറ്റെടുക്കാതെ ആ പ്രാർത്ഥന ചൊല്ലുന്നത് പോലെ തോന്നാം. മത്തായിയുടെ സുവിശേഷത്തിലെ പ്രാർത്ഥനയാണ് ചൊല്ലുന്നതെങ്കിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് ചൊല്ലേണ്ടിയിരുന്നു. എന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ എന്ന ആ പ്രയോഗം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് എടുത്തു ചേർക്കുമ്പോൾ മനഃപൂർവം ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ വെല്ലുവിളിയെ സ്വീകരിക്കാനുള്ള ഒരു വൈമനസ്യം കാണാം. ആ പ്രാർത്ഥനയിലെ വലിയ ഒരു വെല്ലുവിളിയാണ് ക്ഷമിക്കുക എന്നത്. കർത്താവിൻ്റെ വാക്കുകൾ, പിന്നീടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന വാക്കുകൾ തന്നെ
വ്യക്തമാക്കുന്നുവെന്ന് നമുക്കറിയാം. നമ്മുടെ കുർബാന ക്രമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള രൂപം ഒരു വ്യത്യാസവും കൂടാതെ ചേർത്തിരിക്കുന്നു. എന്നാൽ ഈ കർത്തൃപ്രാർത്ഥനയ്ക്ക് മുൻപും അതിനുശേഷവും കാനോന ചേർത്തിട്ടുണ്ട്. കാനോന എന്ന പദത്തിന് മാനദണ്ഡം എന്നാണ് അർത്ഥം. പക്ഷേ വ്യത്യസ്ത അർത്ഥതലങ്ങളിൽ ഈ പദം ഉപയോഗിക്കാറുണ്ട്. സ്തുതിപ്പ് എന്ന പൊതുവായ അർത്ഥത്തിലെ കാനോന എന്ന വാക്ക് ഉപയോഗിക്കുന്നു. സങ്കീർത്തനം ചൊല്ലുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ ആ പ്രാരംഭവാക്യത്തിനോടുള്ള പ്രതികരണം പോലെ പഴയ നിയമ പ്രാർത്ഥനയെ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തുന്ന ഒന്നാണ് സങ്കീർത്തനത്തിലെ കാനോന. ഔദ്യോഗികമായ പ്രാർത്ഥനയുടെ ഒരു സെറ്റിന് കാനോന എന്ന് പറയും. പട്ടക്രമത്തിൽ 4 കാനോനകളുണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇവിടെ കാനോന എന്നത് സ്തുതിപ്പാണ്. കുർബാനയിൽ ഗഹാന്ത പ്രാർത്ഥനയുടെ സമാപനത്തിൽ അത്യുച്ചത്തിൽ ചൊല്ലുന്ന ആ പ്രാർത്ഥനാ ഭാഗത്തിൻ്റെ പേരും സ്തുതി കാനോന എന്നാണ്. ഡോക്സോളജി എന്ന അർത്ഥത്തിൽ നമുക്ക് കാനോനയെ മനസ്സിലാക്കാം. ഇവിടെ കർത്തൃപ്രാർത്ഥനയുടെ കാനോന എന്ന് പറയുമ്പോൾ അത് ഡോക്സോളജിയാണ്, ദൈവസ്തുതിയാണ്. അതിൻ്റെ സാങ്കത്യം എന്തെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ദൈവത്തിൻ്റെ തിരുനാമം പൂജിതമാകട്ടെ എന്നുള്ള അപേക്ഷയുടെ വിപുലീകരണം. അതുപോലെ ഈ കുർബാനക്രമത്തിൽ നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ യാചനയെ നമ്മൾ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടണം. എങ്ങനെ? നാം എല്ലാവരും ചേർന്ന് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തണം. എപ്പോൾ? ഇപ്പോഴൊന്നും എപ്പോഴും എൻ്റെ അസ്തിത്വം മുഴുവനും ഞാൻ ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ ഈ കർത്തൃപ്രാർത്ഥന ചൊല്ലുന്ന വേളയിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. പിന്നെ നമ്മുടെ ആരാധനയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യവും ഇവിടെ പ്രകടമാണ്. നമ്മൾ ആരാധിക്കുന്നത് സ്വർഗീയ ഗണങ്ങളോട് ചേർന്നാണ്. അതുകൊണ്ടാണ് സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് പ്രകീർത്തിക്കുന്നുവെന്ന് നമ്മൾ ചൊല്ലുന്നത്. ത്രിത്വസ്തുതിക്ക് ശേഷം വീണ്ടും നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ സമാപനത്തിൽ കാനോന ആവർത്തിക്കുന്നുണ്ട്. കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിൽ കൊടുത്തിട്ടുള്ള രൂപത്തിൽ നിന്ന് കൂടുതലായി എല്ലാ ആരാധനാക്രമങ്ങളും ഒരു ഡോക്സോളജി ചേർക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന ഡോക്സോളജി. അത് സുവിശേഷത്തിലില്ലെന്ന് പറയുമ്പോഴും പ്രഷീത വേർഷനിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഈ ഡോക്സോളജി കാണാൻ സാധിക്കും. കർത്താവിൻ്റെ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച അതിവിശിഷ്ടമായ പ്രാർത്ഥനയെ നമ്മുടെ സ്തുതിപ്പുകൾ ചേർത്ത് അലങ്കരിച്ച് അതിൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ ആഘോഷപൂർവമായ സ്തുതിപ്പുകൾ ചേർക്കുന്നു. അതൊക്കെയാണ് കർത്തൃപ്രാർത്ഥനയുടെ കാനോനയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കർത്തൃപ്രാർത്ഥനയെ തുടർന്ന് ശുശ്രൂഷയുടെ ആഹ്വാനമാണ് വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. ഇവിടെ ശുശ്രൂഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശംശാനയാണ്, ഡീക്കനെയാണ്. ഡീക്കനാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. കാർമ്മികനും ആരാധനാ സമൂഹത്തിനും ഇടയിലുള്ള ഒരു കണ്ണിയായി ഡീക്കൻ വർത്തിക്കുന്നു. അതേസമയം ആരാധനാ സമൂഹത്തിൻ്റെ നേതാവ് എന്നതുപോലെ നിലകൊണ്ട് ആരാധനാ സമൂഹത്തിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഏതെല്ലാം ശാരീരിക നിലകളാണ് സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമായി അധികാരത്തോടുകൂടി ഡീക്കൻ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥമെന്ത്, അതിൻ്റെ പ്രാധാന്യം എന്തെന്നൊക്കെ ഡീക്കൻ ഓർമ്മിപ്പിക്കാറുണ്ട്. ഓർമ്മിപ്പിക്കുക മാത്രമല്ല, അർത്ഥവത്തായ കുർബാനയിൽ പങ്കുചേരാൻ വേണ്ട വ്യക്തമായ നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. പുരോഹിതൻ ആശംസകൾ നേരുന്നത്, ആഹ്വാനങ്ങൾ നടത്തുന്നത്
അധികാരത്തോടു കൂടിയാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോടെ, പട്ടത്തിൻ്റെ അധികാരത്തോടെ എന്ന് പറയാം. അത് ദൈവദത്തമായ അധികാരമാണ്. അതുപോലുള്ള അധികാരത്തോടെയാണ് ഡീക്കനും ആഹ്വാനങ്ങൾ നടത്തുന്നത്. ആരാധനാ സമൂഹങ്ങളോട് എഴുന്നേറ്റ് നിൽക്കുവാനോ ഇരിക്കുവാനോ കണ്ണടയ്ക്കാനോ ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കാനോ നിശബ്ദത പാലിക്കാനോ ഒക്കെ ആഹ്വാനം നൽകുമ്പോൾ അത് അധികാരത്തിൻ്റെ ആഹ്വാനം തന്നെയാണ്. ഡീക്കന് അധികാരം ലഭിച്ചത് ദൈവികമായ അധികാരമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന പട്ടത്തിലൂടെ ലഭിച്ച അധികാരം. ആ ഡീക്കൻ്റെ സ്ഥാനത്ത് പട്ടമൊന്നും സ്വീകരിക്കാത്ത ആരെങ്കിലും നിന്ന് ആ ആഹ്വാനങ്ങൾ നടത്തുന്നത് അർത്ഥശൂന്യമായി തീരും. നമ്മുടെ സീറോ മലബാർ സഭയിൽ ഇപ്പോൾ ഡീക്കൻ നിർവഹിക്കേണ്ട ഈ ആഹ്വാനങ്ങൾ മിക്കവാറും അൾത്താര ബാലകർ, അൾത്താര ശുശ്രൂഷകർ നിർവഹിക്കുന്നു. അതിന് അധികാരമില്ലാത്തവർ നിർവഹിക്കുന്നു എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ, പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഡീക്കനെ കൂടാതെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അധികാരമുണ്ടായിരുന്നില്ല. ഡീക്കൻ ഇല്ലെങ്കിൽ കുർബാനയില്ല. എന്തുകൊണ്ടാണ്? ഡീക്കൻ ആരാധനാ സമൂഹത്തിന് നേതൃത്വം നൽകുന്നവനാണ്. ആരാധനാ സമൂഹത്തെ യഥോചിതം നയിക്കുന്നവനാണ്. ആരാധനയിൽ അർത്ഥവത്തായി പങ്കുചേരാൻ സഹായിക്കുന്നവനാണ്. അതെല്ലാം പുരോഹിതൻ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതൻ ബലിയർപ്പണം നടത്തുന്നു. അവിടെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനോ അവരെ ഒരുക്കി കൊണ്ടുവരുവാനോ നയിക്കാനോ ഒന്നും പുരോഹിതന് പറ്റില്ല. പൗരസ്ത്യ സുറിയാനി കാഴ്ചപ്പാടിൽ ഡീക്കൻ വേണം, അധികാരമുള്ള ഡീക്കൻ. 2 ഡീക്കന്മാരാണ് നമ്മുടെ കുർബാനയുടെ പാരമ്പര്യത്തിലുള്ളത്. 1-ാം ഡീക്കനും 2-ാം ഡീക്കനും. ഗബ്രിയേലും മിഖായേലും എന്നാണ് വ്യാഖ്യാതാക്കൾ ഈ ഡീക്കന്മാരെ വിളിക്കുന്നത്. പുതിയ നിയമ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിനിധി പോലെ നിലകൊള്ളുന്ന ഗബ്രിയേൽ, പഴയ നിയമ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിനിധി പോലെ നിലകൊള്ളുന്ന മിഖായേൽ, ഇവർ രണ്ടുപേരും ആരാധനാ ശുശ്രൂഷയിൽ, മിശിഹാരഹസ്യങ്ങളുടെ ശുശ്രൂഷയിൽ സജീവമായി പങ്കുചേരുന്നു. ശംശാനപ്പട്ടത്തിൻ്റെ ക്രമത്തിലെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ ദിവ്യരഹസ്യത്തിൻ്റെ ശുശ്രൂഷകരെന്ന് ഡീക്കന്മാരെയും വിളിക്കുന്നു. എന്നാൽ ഡീക്കന്മാർ ദിവ്യരഹസ്യത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്നത് നേരിട്ട് ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്തുകൊണ്ടല്ല, ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെ സഹായിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിരവധി സന്ദർഭങ്ങളിൽ കാർമ്മികനെ തിരുക്കർമാനുഷ്ഠാനങ്ങളിൽ ശുശ്രൂഷി സഹായിക്കുന്നു. ശുശ്രൂഷി ചൊല്ലുന്ന ആഹ്വാനത്തിൻ്റെ അർത്ഥം എന്തെന്നും കൂടി പരിശോധിക്കാം. പലപ്പോഴും ദീർഘങ്ങളായ പ്രഘോഷണ പ്രാർത്ഥനകൾ അഥവാ കാറോസൂസകൾ ശുശ്രൂഷി ചൊല്ലുന്നു. വിശുദ്ധ കുർബാനയുടെ ആഴത്തിലുള്ള അർത്ഥം എന്തെന്ന് ഗ്രഹിച്ചിട്ട് പ്രസക്തമായ രീതിയിൽ കുർബാനയിൽ പങ്കുചേരാനുള്ള മാർഗനിർദ്ദേശമാണ് ശുശ്രൂഷി നൽകുന്നത്. വിശുദ്ധ കുർബാനയെ നല്ലതുപോലെ ഗ്രഹിച്ച ഒരു വ്യക്തിക്ക്, പഠിച്ച് ഗ്രഹിച്ച് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഡീക്കൻ നൽകുന്ന ആഹ്വാനങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ. അനാഫറയുടെ ആരംഭഭാഗത്തിൽ ഡീക്കൻ നൽകുന്ന നിർദ്ദേശമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉചിതമായി പങ്കെടുക്കണമെങ്കിൽ ഏകാഗ്രതയോടെ പങ്കുചേരണമെന്ന്. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ, അതാണ് ആഹ്വാനം കൊടുക്കുന്നത്. ഇങ്ങനെ ആഹ്വാനം ചെയ്ത ശംശാന അല്പനേരം കഴിഞ്ഞ് തനിക്കുണ്ടാകുന്ന ദൈവാനുഭവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജനത്തോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എന്നിട്ട് പറയുകയാണ്, അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ,
ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ, ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുവിനെന്ന്. എന്നിട്ട് ഡീക്കൻ കാണുന്ന കാഴ്ച ഇവിടെ പറയുന്നുണ്ട്. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ശ്രാപ്പന്മാർ ഭയഭക്തിയോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. ഇന്ദ്രിയപരമായ അനുഭവത്തിന് വളരെ അതീതമായി ഡീക്കൻ വിശുദ്ധ കുർബാനയിൽ ദിവ്യരഹസ്യത്തെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ആ ഉത്തമ ബോധ്യമാണ് ഡീക്കൻ ആരാധനാ സമൂഹത്തോട് പങ്കുവയ്ക്കുന്നതും അതിൽ കടന്നു വരാനായിട്ട്, അതിലേക്ക് ഉയരാനായിട്ട് ആരാധനാ സമൂഹത്തെ ക്ഷണിക്കുന്നതും. ഡീക്കൻ നിരവധി തവണ കുർബാനയിൽ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു ആഹ്വാനമാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. ഇവിടെ സമാധാനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് സംശയമന്യേ സമാധാനമായ മിശിഹായെയാണ്. സമാധാനമായ മിശിഹായെ സ്വന്തമാക്കുക, മിശിഹായോട് കൂടെ ഒന്നായിത്തീരുക, കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ദ പീസ്. അതാണ് ഈ വിശുദ്ധ കുർബാന ആഘോഷത്തിൻ്റെ ലക്ഷ്യം തന്നെ. ഷൗത്താപ്പോസ എന്ന സുറിയാനി പദം ഇതാ വിവേക്ഷിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ആ ഒന്നിച്ചു ചേരലിനെ കുറിച്ചാണ് ഷൗത്താപ്പോസ എന്ന പദം സൂചിപ്പിക്കുക. വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ വിശ്വാസിയും ഈശോയുമായി ഒന്നായിത്തീരണം. ഈശോയുമായി ഒന്നായിത്തീരുന്നതിലൂടെ പരിശുദ്ധ ത്രിത്വവുമായിട്ട് ഒന്നായിത്തീരണം. അതിൻ്റെ പരിണതഫലമായി സഹോദരങ്ങളുമായി ഒന്നായിത്തീരണം. അപ്പോൾ കുർബാന ലക്ഷ്യം വയ്ക്കുന്നത് ഈശോയുമായി ഒന്നായിത്തീരുക, സമാധാനമായ ഈശോ നമ്മോടൊത്തുണ്ടായിത്തീരണം. മനുഷ്യാവതാരത്തിൻ്റെ മഹാസത്യം പ്രഘോഷിക്കുമ്പോൾ ദൈവപുത്രൻ്റെ പേര് തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ദൈവദൂതൻ അറിയിക്കുന്നുണ്ട്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടി ആയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന ലക്ഷ്യം വയ്ക്കുന്നത് സമാധാനമായ മിശിഹായുമായുള്ള കമ്മ്യൂണിയനാണ്, ഐക്യമാണ്. ആ ഐക്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും പങ്കുചേരുകയും ചെയ്യണം. വളരെ സൂക്ഷ്മാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രധാനപ്പെട്ട പുരോഹിത പ്രാർത്ഥനകൾക്ക് മുമ്പാണ് ശുശ്രൂഷ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്നത്. തുടർന്നു വരുന്ന പുരോഹിത പ്രാർത്ഥന നമ്മുടെ കുർബാന അർപ്പണത്തിൻ്റെ ലക്ഷ്യമായ ഈശോമിശിഹായുമായുള്ള കമ്മ്യൂണിയൻ, ഈശോമിശിഹ നമ്മുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ, അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ തുടർന്നു വരുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. നമ്മൾ കുർബാന കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്ന കമ്മ്യൂണിയൻ സാധിക്കണമെങ്കിൽ കുർബാനയുടെ ഓരോ പ്രാർത്ഥനയിലും ഓരോ അനുഷ്ഠാനത്തിലും നമ്മൾ ഹൃദയപൂർവ്വം പങ്കുചേരണം. ഈ മഹത്തായ സന്ദേശമാണ് നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ എന്ന ആഹ്വാനത്തിലൂടെ ശുശ്രൂഷ നൽകുന്നത്. ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ഇതാ നമ്മുടെ കൂടെ കർത്താവുണ്ട് എന്നിങ്ങനെ ഉദ്ഘോഷിക്കുന്ന തരത്തിലുള്ള ആഹ്വാനവുമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഉന്നിസാദ് ഗംഗയ്ക്ക് ശേഷം ലാഹുമാറ പാടുന്നതിന് മുമ്പായി ശുശ്രൂഷി പറയുന്ന സമാധാനം നമ്മോടുകൂടെ. ഉന്നിസാദ് ഗംഗയിലൂടെയൊക്കെ നമ്മൾ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തെ, അവിടുത്തെ ആഗമനത്തെ അനുസ്മരിക്കുന്നു. ഇതാ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു, നമ്മുടെ കൂടെയുണ്ട് എന്ന് മിശിഹാരഹസ്യത്തിൻ്റെ അനുസ്മരണ ഭാഗമായി ശുശ്രൂഷി പ്രഘോഷിക്കുമ്പോഴാണ് സമാധാനം നമ്മോട് കൂടെ എന്ന് പറയുന്നത്. ശുശ്രൂഷയുടെ ഈ ആഹ്വാനത്തെ തുടർന്ന് കുർബാന അർപ്പണത്തിന് തന്നെ പ്രാരംഭമായി നിലകൊള്ളുന്ന ഒരു ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇവിടെ 3 പ്രാർത്ഥനകളാണ് തക്സയിൽ കൊടുത്തിരിക്കുന്നത്.
കർത്താവിൻ്റെ തിരുനാളുകൾക്കുള്ള പ്രാർത്ഥനയുണ്ട്. കർത്താവിൻ്റെ തിരുനാളുകൾക്കും മറ്റു പ്രധാന തിരുനാളുകൾക്കും ഒരു പ്രാർത്ഥന, ഞായറാഴ്ചകൾക്കും സാധാരണ തിരുനാളുകൾക്കും ഒരു പ്രാർത്ഥന, സാധാരണ ദിവസങ്ങൾക്കുള്ള ഒരു പ്രാർത്ഥന. നമ്മുടെ കുർബാന ക്രമത്തിൽ ചില അവസരങ്ങളിൽ സാധാരണ ദിവസങ്ങളുള്ളതിനോട് ചേർന്ന് ഓർമ്മ തിരുനാളുകൾ ഇങ്ങനെ കൂട്ടാറുണ്ട്. ദുഃഖറാന അഥവാ ഓർമ്മ തിരുനാളുകൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാറാനായ തിരുനാളുകൾ, നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകൾ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകൾ, ഇടവക ദേവാലയത്തിൻ്റെ വലിയ തിരുനാളുകൾ. പിന്നെ വരുന്ന ഞായറാഴ്ചകളും സാധാരണ തിരുനാളുകളും, പിന്നെ സാധാരണ ദിവസങ്ങളും ഓർമ്മ തിരുനാൾ ദിവസങ്ങളും. ഈ ദിവസങ്ങൾക്കുള്ള പ്രത്യേക പ്രാർത്ഥനകളാണ് കൊടുത്തിട്ടുള്ളത്. ആ പ്രാർത്ഥനകളുടെ എല്ലാം മുഖ്യ പ്രമേയം പറഞ്ഞാൽ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ കുർബാനയുടെ ശരിയായ അർത്ഥം എന്തെന്നതിലേക്ക്, അതിൻ്റെ ലക്ഷ്യം എന്തെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രാർത്ഥനയാണിവ. ഞായറാഴ്ചകൾക്കും സാധാരണ തിരുനാളുകൾക്കുമുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു: മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദിവ്യരഹസ്യങ്ങൾ എന്ന പദം നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കുമ്പോൾ രണ്ടർത്ഥം പറയാം. ഒന്ന് അപ്പവും വീഞ്ഞും. പിന്നെ ദിവ്യരഹസ്യത്തിന് കൂദാശ ചെയ്യപ്പെട്ട അപ്പവും വീഞ്ഞും എന്നർത്ഥത്തിൽ തിരുശരീരവും തിരുരക്തവും എന്ന അർത്ഥമുണ്ട്. പക്ഷേ കുർബാനക്രമത്തിലുടനീളം ദിവ്യരഹസ്യങ്ങൾ എന്ന പ്രയോഗം നിലനിർത്തിയിരിക്കുന്നു. ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മം എന്ന് പറയുമ്പോൾ ഈ ദിവ്യരഹസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിശിഹാ രഹസ്യത്തെ അനുസ്മരിക്കുന്ന കാര്യമാണ്. മിശിഹാ രഹസ്യത്തെ ആരാധനാ സമൂഹത്തിൽ സന്നിഹിതമാക്കുന്ന കാര്യമാണ് മിശിഹാ രഹസ്യം പരികർമ്മം ചെയ്യുക എന്നത്. ആ മിശിഹാ രഹസ്യത്തിൻ്റെ പരികർമ്മത്തിലൂടെ എന്ത് കിട്ടണം? മനുഷ്യവംശത്തിൻ്റെ നവീകരണവും രക്ഷയും. മനുഷ്യവംശത്തിൻ്റെ രക്ഷ എന്നത് മനുഷ്യവംശത്തിൻ്റെ നവീകരണം തന്നെയാണ്. ദ റിന്യൂവൽ ഓഫ് ഹ്യൂമാനിറ്റി. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ആ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും ഉയർത്തുന്ന പരികർമ്മം, റിന്യൂവൽ ഓഫ് ഹ്യൂമാനിറ്റി. അതൊരു നീണ്ട പ്രക്രിയ തന്നെയാണ്. ദൈവത്തിൻ്റെ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും മനുഷ്യകുലത്തെ രൂപാന്തരപ്പെടുത്തുക, ഈശോ മിശിഹായിലേക്ക് രൂപാന്തരപ്പെടുത്തുക എന്ന് പറയാം. ഈശോ മിശിഹായുടെ ആ രൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കുമാണ്, ഛായയിലേക്കും സാദൃശ്യത്തിലേക്കുമാണ് മനുഷ്യ മക്കൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വിശുദ്ധ കുർബാന നിമിത്തമായി തീരുന്നു. തയ്യാർദ് ഷർദാൻ്റെ പ്രബോധനങ്ങളിൽ കോസ്മോജനേസിസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തോജനേസിസ് ആണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ കോസ്മോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു നീണ്ട പ്രക്രിയയാണ്. ഈ അചേതന പ്രപഞ്ചം ഉണ്ടാകുന്നതുകൊണ്ട് കോസ്മോസ് ആയില്ല, അത് ജീവനുള്ളതായിത്തീരുന്നു. ജീവജാലങ്ങൾ ഉണ്ടാകുന്നു, പ്രപഞ്ചം പരിണമിച്ച് മുന്നേറുകയാണ്. ജീവനുണ്ടായതുകൊണ്ട് തന്നെ പ്രപഞ്ചം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നില്ല. മനുഷ്യനിലേക്ക് പ്രപഞ്ചം വളരുന്നു, പരിണമിക്കുന്നു. ആന്ത്രപ്പോജനേസിസ്. അവിടം കൊണ്ടും പ്രപഞ്ചത്തിൻ്റെ പരിണാമം പൂർത്തിയായില്ല. ഈ പ്രപഞ്ചം ആത്യന്തികമായിട്ട് ആൽഫയും ഒമേഗയുമായ മിശിഹായിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിശിഹായായി ഈ മാനവകുലം രൂപാന്തരപ്പെടുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ജനനം സാക്ഷാത്കരിക്കപ്പെടുന്നത്. യഥാർത്ഥ പ്രപഞ്ചം ജനിക്കുന്നത് ഈ മാനവകുലമെല്ലാം മിശിഹായായി രൂപാന്തരപ്പെടുമ്പോൾ, മിശിഹായിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ. അതുകൊണ്ടാണ്
കോസ്മോജനേസിസ് എന്നത് ക്രിസ്തോജനേസിസ് ആണെന്ന് തെയാർദ് ഷർദാൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ കുർബാന മനുഷ്യകുലത്തിൻ്റെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും രൂപാന്തരീകരണത്തിന് നിമിത്തമായി തീരണം. ഈ സത്യം വളരെ മനോഹരമായിട്ട് സാക്രമെന്തും കാരിത്താത്തിസ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന ശ്ലൈഹിക പ്രബോധനത്തിലൂടെ ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലെ സത്താഭേദം വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും, സൃഷ്ടപ്രപഞ്ചത്തിൽ മുഴുവനും ഉണ്ടാകേണ്ട രൂപാന്തരീകരണത്തെ സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മാറ്റവുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷനിൽ എന്നതുപോലെ പ്രപഞ്ചം മുഴുവനും രൂപാന്തരപ്പെടാൻ വിശുദ്ധ കുർബാന ഹേതുവായി ഭവിക്കണമെന്ന്. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യണമെങ്കിൽ ആരാധനാ സമൂഹം മുഴുവനും ഒരുക്കമുള്ളവരായിരിക്കണം. വിശുദ്ധ കുർബാനയിൽ പ്രവർത്തിക്കുന്നത് മിശിഹായാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. മിശിഹായുടെ പെസഹാ രഹസ്യത്തെ സന്നിധമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. പക്ഷേ ആ കുർബാന ആരാധനാ സമൂഹത്തിന് അനുഭവമായി തീരണമെങ്കിൽ അവർ ഹൃദയപൂർവ്വം ഒരുങ്ങേണ്ടതുണ്ട്. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ഇവിടെ കർത്താവിൻ്റെ തിരുനാളുകളിലെ പ്രാർത്ഥന സൂചിപ്പിക്കുന്നു. വിശുദ്ധിയോടെ ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ, ഈ രഹസ്യങ്ങളുടെ വലിയ ശക്തി, ഇത് പാപങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതാണ്, ജീവൻ നൽകുന്നതാണ്. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ, എന്നിൽ ദൈവിക ജീവൻ വളരണമെങ്കിൽ ഞാൻ പാപരഹിതനായിരിക്കണം, നിർമ്മലനായിരിക്കണം. സാധാരണ ദിവസത്തെ പ്രാർത്ഥന വിശുദ്ധ കുർബാനയ്ക്ക് അണയുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ആ ദൈവസ്തുതിപ്പിൻ്റെ അടിസ്ഥാന മനോഭാവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. യൂക്കറിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കൃതജ്ഞതാ പ്രകാശനം എന്നാണ്. യൂക്രിസ്തിയ, കൃതജ്ഞതാ പ്രകാശനം. യൂക്രിസ്തേൻ എന്ന ഗ്രീക്ക് ക്രിയയിൽ നിന്ന് വരുന്ന പദമാണത്. പക്ഷെ അതിൻ്റെ കുറെ കൂടി വ്യാപകമായ അർത്ഥം സ്തുതിക്കുകയും പുകഴ്ത്തുകയും കൃതജ്ഞത പറയുകയും ചെയ്യുന്നതാണ്. പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്, അതാണ് യൂക്രിസ്തിയ. കുർബാന എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. തുടർന്ന് വരുന്ന സങ്കീർത്തനമാല ദൈവസ്തുതിപ്പിൻ്റെ ഗീതങ്ങളാണ്, ഡിവൈൻ പ്രൈസസ് ആണ് സങ്കീർത്തനമാല. അത് ചരിത്രപരമായി എങ്ങനെ ചൊല്ലിത്തുടങ്ങിയെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ ഇന്ന് ഈ കുർബാനയിൽ ഇതിനുള്ള പ്രസക്തി എന്ത്? നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. മർമീസ എന്ന സുറിയാനി വാക്കിന് സാമാന്യമായ അർത്ഥം സങ്കീർത്തനമാല എന്നാണ്. നമ്മുടെ യാമപ്രാർത്ഥനകളിൽ സങ്കീർത്തനങ്ങളെ പല മർമീസകളായിട്ട് തിരിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ 3 സങ്കീർത്തനം ചേരുന്നതാണ് ഒരു സങ്കീർത്തനമാല അല്ലെങ്കിൽ ഒരു മർമീസ. എന്നാൽ മർമീസ എന്ന സുറിയാനി പദത്തിൻ്റെ വാച്യാർത്ഥം സ്തുതിപ്പിൻ്റെ ഉയർത്തൽ എന്നാണ്. എലവേഷൻ ഓർ എക്സോൾട്ടേഷൻ, അതാണ് വാക്കിൻ്റെ അർത്ഥം. ഉയർത്തൽ. എന്താണ് ഉയർത്തുന്നത്? സ്തുതി ഉയർത്തുന്നു. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തുതി ഉയർത്തുക, ആ സ്തുതികൾക്കൊപ്പം ഹൃദയത്തെ ഉയർത്തുക. ആ മനോഭാവത്തോടെയാണ് ആരാധനാ സമൂഹം സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നത്. നമ്മളിതിൻ്റെ ഉദാഹരണങ്ങൾ പാടി വലിയ ദാഹത്തോടെ തീവ്രമായ അഭിലാഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യരുടെ ഗീതങ്ങൾ. മിശിഹാ രഹസ്യത്തിൻ്റെ ആഘോഷം എന്ന നിലയിൽ
സങ്കീർത്തനങ്ങൾക്ക് പ്രത്യേകമായൊരർത്ഥമുണ്ട്. സങ്കീർത്തനം ചൊല്ലി തുടങ്ങിയത് ഏത് കാരണത്താലാണെന്ന് നമ്മൾ കണ്ടു. കാർമ്മികനായ മെത്രാന്റെ വരവിന് വേണ്ടി കാത്തു നിന്നപ്പോഴാണ് ആരാധനാ സമൂഹം സങ്കീർത്തനങ്ങൾ ചൊല്ലിത്തുടങ്ങിയത്, മർമീസ ചൊല്ലിത്തുടങ്ങിയത്. മെത്രാന് വേണ്ടിയുള്ള കാത്തുനിൽപ്പ്, അതാണ് അതിൻ്റെ അർത്ഥം. മെത്രാൻ വന്നപ്പോൾ ശുഹലാപ്പ ചൊല്ലി ഈ സങ്കീർത്തനാലാപം അവസാനിപ്പിച്ചു. ശുഹലാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറ്റമെന്നാണ്. നിശ്ചിതമായ വാക്യങ്ങൾ അതിൻ്റെ ട്യൂണ് മാറ്റി പാടുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. മിശിഹാ രഹസ്യത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ അർത്ഥം ഇതാണ്: മിശിഹായ്ക്ക് വേണ്ടിയുള്ള പഴയ നിയമജനത്തിൻ്റെ കാത്തിരിപ്പ്. മിശിഹാ രഹസ്യത്തിൻ്റെ പഴയ നിയമ ഘട്ടത്തെ അനുസ്മരിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. മിശിഹായ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക. മെത്രാന് വേണ്ടി ജനം കാത്തുനിന്നതുപോലെ പഴയ നിയമം മുഴുവനും, പഴയ നിയമ ജനത മുഴുവനും മിശിഹായ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ മിശിഹ ആഗതനായെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. ചരിത്രത്തിൽ മെത്രാനിത വന്നു കഴിഞ്ഞെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ശുഗലാപ്പ പാടിയതുപോലെ മിശിഹ ആഗതനായെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്നാപക യോഹന്നാന്റെ പ്രഘോഷണം ശുഗലാപ്പയുടെ പ്രതീകാത്മക അർത്ഥമാണ്. മിശിഹ എത്തിക്കഴിഞ്ഞു, അവൻ നമ്മോട് കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ സങ്കീർത്തനങ്ങൾ മിശിഹായുടെ ആഗമനത്തിനു വേണ്ടിയുള്ള ഒരുക്കമായി ഒരർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ആരാധനാ സമൂഹത്തിൻ്റെ തീവ്രമായ അഭിലാഷത്തോടെയുള്ള ദൈവസ്തുതിയായിട്ടും നമ്മൾ സങ്കീർത്തനങ്ങളെ മനസ്സിലാക്കും.